ഇന്ന് കർക്കിടക സംക്രാന്തി പ്രമാണിച്ചിട്ടുള്ള ക്ലീനിങ്ങിലേക്ക് ഇത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ റൂമത്തെ കർട്ടനൊക്കെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ജനലൊന്ന് തുറന്നിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് നമ്മുടെ ബെഡേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് അത് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പൊടിയൊക്കെ കളഞ്ഞത്. പിന്നെ നമ്മുടെ പേപ്പറൊക്കെ വിരിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി നേരെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വേസ്റ്റാണ്. നമ്മൾ ആഴ്ചയ്ക്ക് വൃത്തിയാക്കിച്ചെങ്കിലും ഇങ്ങനെ മൊത്തത്തിൽ വൃത്തിയാക്കുമ്പോൾ കുറേ സാധനങ്ങൾ വീണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ കുറേ വളയും മോതിരമൊക്കെ കിട്ടി, അതൊക്കെ ഞാൻ കയ്യിലെടുത്തിടുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ അലമാരയിൽ ബെഡ്ഷീറ്റുകളും പഴയ ബാഗുകളും അതൊക്കെ അതിൽ പെറുക്കി വെച്ചു. പുതിയ അലമാരയിൽ പുതിയ തുണികളും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റാക്കിൻ്റെ മുകളിൽ മാറാലേക്ക് ഒന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒരു തുണി നനച്ചിട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ജനലും ഒക്കെ വൃത്തിയാക്കി ഈ റൂം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ റൂമിൽ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇതൊക്കെ മോൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അവൻ ചെറുതാവുമ്പോൾ മുതലുള്ള എല്ലാ വണ്ടികളും ഉണ്ട്, എല്ലാ മോഡലിലുള്ള വണ്ടികളുണ്ട്. ഇത് അവൻ ഉണ്ടാക്കിയ ഒരു കാളയാണ്. പിന്നെ നമ്മൾ ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കി. ബെഡ്ഷീറ്റ് വിരിക്കൽ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഫാന് തുടച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി 2 റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്, ഇതൊക്കെ അലക്കാനിടാനുള്ളതാണ്. പിന്നെ ഇന്ന് ഹാള് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ഹാളത്തെ ഫാന് മാത്രം തുടച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.